കൂട്ടുകാരെ, ഒരുപാട് പ്രാവശ്യം നമ്മൾ വിമാനയാത്ര നടത്തിയിട്ട് ഉണ്ടെങ്കിലും എയർ ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. 630 രൂപയ്ക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്നും സേലത്തേക്കുള്ള വിമാനയാത്ര ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 630 രൂപയ്ക്ക് ഒരു വിമാനയാത്ര നടത്താം എന്നുള്ള കാര്യം യൂട്യൂബിൽ ആദ്യമായിട്ട് ചെയ്തത് മലയാളത്തിൽ ഞാനാണ്. അത് കണ്ട് ഒരുപാട് കൂട്ടുകാർ വിമാനയാത്ര നടത്തി. അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നു. കണ്ടപ്പോൾ വളരെ സന്തോഷം. ഇതാണ് നമ്മുടെ ലഗേജ്. ഇത് ഏതാണ്ട് 24 കിലോയുണ്ട്. പിന്നെ വേറെ 2 പെട്ടിയുമുണ്ട്. എല്ലാം 25 കിലോയിൽ താഴെയാണ്. മാക്സിമം ലഗേജ് എയർ ഇന്ത്യ പറയുന്നത് 25 കിലോയാണ്. എൻ്റെ കൂടെ ഒരു കുട്ടി ഉൾപ്പെടെ ഞങ്ങൾ 3 പേരാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സമയത്തേ നമ്മുടെ ലഗേജ് ആണെങ്കിൽ അവർ പറയുന്നതിലും ഒരു അല്പം പോലും കൂടുതൽ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ യാതൊരുവിധ സീനുമില്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമ്മുടെ ക്യാബിൻ ബാഗാണെങ്കിൽ അവരോട് ചോദിച്ചു ലഗേജിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന്. അവർ പറയുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ കാരണം പറയുന്നത് ലഗേജിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയുമെന്നാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പല വിമാനയാത്രയിലും നമ്മുടെ കയ്യിൽ ഉള്ള ബാഗ് നമ്മൾ ലഗേജിൻ്റെ കൂടെ വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ചെയ്താൽ ഇന്ധനം നഷ്ടമാണ് എന്നാണ്. ചെക്കിങ് സൈഡിലാണെങ്കിലും സെക്യൂരിറ്റി ചെക്കിങ്ങിലാണെങ്കിലും നമുക്കങ്ങനെ സീനൊന്നുമില്ലായിരുന്നു. വളരെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വിമാനത്തിലേക്ക് വന്ന് കയറിയേക്കാണ്. വിമാനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സീറ്റൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിരുന്ന സീറ്റ് അങ്ങനെ കീറി പറഞ്ഞിട്ടോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ മോശപ്പെട്ട സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഈ കാണുന്ന ഫുഡ് വളരെ വളരെ മോശമാണ്. ഞാൻ ഇതിനു മുമ്പ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ ശോകമെന്ന് വെച്ചാൽ വളരെ മോശമാണ്. നിങ്ങളെ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടോ. ഞാൻ യാത്ര ചെയ്തപ്പോൾ അങ്ങനെ ഈ ഫുഡ് മാത്രമാണ് എനിക്കൊരു മോശപ്പെട്ട അനുഭവമായിട്ട് തോന്നിയത്. പിന്നെയാണെങ്കിൽ ടൈം പറഞ്ഞാലും 12:40 ടൈം വെളുപ്പിന്. പക്ഷേങ്കിൽ 12:30 വിമാനം പറന്നു പൊങ്ങി. ടൈമൊക്കെ നല്ല പക്ക. പിന്നെ രാത്രി സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ വിമാനത്തിലുള്ള യാത്രക്കാരൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും വളരെ അധികം നല്ല ഡീസൻ്റ് ആൾക്കാരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആൾക്കാരാണ്. അങ്ങനെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഓടിപ്പോയി നടക്കണമൊന്നുമില്ല. നല്ല സ്വസ്ഥമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ഞാനും ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി അങ്ങോട്ട്. പക്ഷേ ചില യാത്രക്കാർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ. ബിസിനസ് ക്ലാസ് പോലും എടുക്കാണ്ട് ഈ പറഞ്ഞ പോലെ 3 സീറ്റും കാലി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുന്ന ഒരുപാട് പേര്. ചിലർ അങ്ങനെയാണ്. അവർക്ക് ബിസിനസ് ക്ലാസ് ഒന്നും വേണ്ട. എവിടെ പോയി കഴിഞ്ഞാലും നല്ല സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങാം. അവരുടെയൊക്കെ ഉറക്കം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ വിമാനം മൊത്തത്തിൽ ഒന്ന് അരിച്ചു പറക്കി നോക്കിയിട്ട് അങ്ങനെ വിദേശികളെ ഒന്നും കണ്ടില്ല. നമ്മുടെ ഇന്ത്യക്കാരാണ് മൊത്തത്തിൽ എല്ലാവരും. കൂട്ടുകാരെ, ചെറുതായിട്ടേ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ദയവായിട്ട് ക്ഷമിക്കുക. നമ്മളെ ഒരു വിമാനയാത്ര നടത്തുന്ന സമയത്ത് അത് ഇൻ്റർനാഷണൽ ആണെങ്കിൽ 3 മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ എയർപോർട്ടിൽ വരണം. അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒട്ടുമിക്ക ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ടൈമൊന്നുമല്ല. അതിലും കുറച്ചുകൂടെ മുമ്പ് യാത്ര തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ പല സൈറ്റ് വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും വിമാനം എപ്പോഴാണ് യാത്ര ആരംഭിച്ചത് എന്ന്. എല്ലാ വിമാനം തന്നെ കുറച്ച് സമയം മുമ്പാണ് യാത്ര തുടങ്ങുന്നത് തന്നെ. പണ്ടത്തെ കൊണ്ട് താമസിക്കുന്ന പരിപാടി ഒന്നുമില്ല. എല്ലാ ഫ്ലൈറ്റും ഒന്നെങ്കിൽ കറക്റ്റ് ടൈം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമേ 12:40 ആണെങ്കിലും 12:30 ഈ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് പറന്ന് പൊങ്ങി നമ്മുടെ കൊച്ചിയിൽ നിന്ന്. അതാണ് ഇപ്പോഴെല്ലാം കറക്റ്റ് ടൈം ആണ് എല്ലാ കമ്പനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എല്ലാവിധ ഡോക്യുമെൻ്റൊക്കെ കയ്യിലെടുത്ത് സെറ്റാക്കിയിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും.